അപ്പോൾ നമ്മൾ ഇതുവരെയുള്ള ക്ലാസ്സുകളിൽ ഫോണറ്റിക്സുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ലിംഗ്വിസ്റ്റിക്സ് എന്താണെന്ന് പഠിച്ചു, ലാംഗ്വേജും അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് പഠിച്ചു, തിയറീസ് ഓഫ് ഒറിജിൻസ് ഓഫ് ലാംഗ്വേജ് പഠിച്ചു, ഫോണറ്റിക്സിൽ ഓർഗൻസ് ഓഫ് സ്പീച്ച് ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് സ്പീച്ച് സൗണ്ട്സ്. ഓർക്കുന്നുണ്ടോ എല്ലാം? ക്ലാസിഫിക്കേഷൻ ഓഫ് സ്പീച്ച് സൗണ്ട്സിന് ഞാനൊരു ട്രീ മാപ്പ് പോലെ ഉണ്ടാക്കി പഠിക്കണമെന്ന് പറഞ്ഞായിരുന്നു. നോക്കിയായിരുന്നു ആരെങ്കിലും? സോ നമുക്കിനി ഇന്നത് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മെയിനായിട്ട് ഫോണോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ മെയിനായിട്ടും പഠിക്കാൻ പോകുന്നത്. ഫോണോളജി, അത് കഴിഞ്ഞാൽ മേ ബി നെക്സ്റ്റ് ക്ലാസ്സിൽ മോർഫോളജി, സിൻടാക്സും സെമാൻറ്റിക്സും നോക്കാം. സോ ടുഡേ വിൽ ഡീൽ വിത്ത് ഫോണോളജി. സോ വാട്ട് ഈസ് ഫോണോളജി എന്നതാണ് ആദ്യം വരുന്നത്. അതിൻ്റെ ആ ഒരു പാട്ട് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ച് അതിനകത്തോട്ട് പോകാം. Phonology is a study of the selection and organization of sounds in a particular language. ഒരു ഫോണറ്റിക്സ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ലാംഗ്വേജുമായി ബന്ധപ്പെട്ടതാകണമെന്നില്ല. പക്ഷെ ഫോണോളജി എന്ന് പറയുന്നത് എപ്പോഴും ഒരു പർട്ടിക്കുലർ ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ടുള്ള പഠനമായിരിക്കും. സോ ആ പർട്ടിക്കുലർ ലാംഗ്വേജിലെ സൗണ്ട്സിൻ്റെ സെലക്ഷനും ഓർഗനൈസേഷനും എങ്ങനെയാണെന്നത് പഠിക്കുന്നതിനെയാണ് ഫോണോളജി എന്ന് പറയുന്നത്. ഓക്കെ, സോ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഈ ഫ്ലൈലെ ഡിഫറൻസസ് ബിറ്റ്വീൻ ഫോണറ്റിക്സ് ആൻഡ് ഫോണോളജി, ഫോണറ്റിക്സും ഫോണോളജിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ് ഇതിൽ പറയുന്നത്. സോ ഫോണറ്റിക്സ് ബിലോങ് ടു ഡിസ്ക്രിപ്റ്റീവ് ലിംഗ്വിസ്റ്റിക്സ്, ഫോണോളജി ബിലോങ് ടു തിയററ്റിക്കൽ ലിംഗ്വിസ്റ്റിക്സ്. ഫോണറ്റിക്സ് എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് ലിംഗ്വിസ്റ്റിക്സിൽ പെടുന്നതാണ്, ബട്ട് ഫോണോളജി ഇറ്റ് ബിലോങ്സ് ടു തിയററ്റിക്കൽ ലിംഗ്വിസ്റ്റിക്സ്. അതിൽ ഫോണറ്റിക്സ് സ്റ്റഡീസ് ദ പ്രൊഡക്ഷൻ, ട്രാൻസ്മിഷൻ ആൻഡ് റിസപ്ഷൻ ഓഫ് ദ സൗണ്ട്. നമ്മൾ നേരത്തെ പഠിച്ചതാണ് അല്ലേ? അക്വസ്റ്റിക്, ആർട്ടിക്കുലേറ്ററി, അത് അങ്ങനെ ആ രീതിയിൽ സൗണ്ട്സിൻ്റെ പ്രൊഡക്ഷൻ. അത് ഒരു ഭാഷയ്ക്ക് മാത്രമല്ലല്ലോ, എല്ലാ ഭാഷകളുടെയും സൗണ്ട്സിൻ്റെ പ്രൊഡക്ഷൻ എങ്ങനെയാണ്, അതിൻ്റെ ട്രാൻസ്മിഷൻ എങ്ങനെയാണ്, അതിൻ്റെ റിസപ്ഷൻ എങ്ങനെയാണ്, ഏതൊക്കെ എയർ സ്ട്രീം മെക്കാനിസംസ് ആണ് യൂസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻ ജനറൽ പഠിക്കുന്നതിനെയാണ് ഫോണറ്റിക്സ് എന്ന് പറയുന്നത്. It does not study one particular language മാത്രമായിട്ടല്ല ഫോണറ്റിക്സ് പഠിക്കുക. But when it comes to phonology, it studies different patterns of sounds in different languages. പല ലാംഗ്വേജസിലെ പല പാറ്റേൺസ് ഓഫ് സൗണ്ട്സ് പഠിക്കുന്നതിനെയാണ് ഫോണോളജി എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ക്യാൻ സ്റ്റഡി വൺ സ്പെസിഫിക് ലാംഗ്വേജ്. ഒരു സ്പെസിഫിക് ലാംഗ്വേജിനെ പഠിക്കുന്നതിന് ഒരു സ്പെസിഫിക് ലാംഗ്വേജിൽ നമുക്ക് ഫോക്കസ് ചെയ്തിട്ടും നമുക്ക് ഫോണോളജിയിൽ പഠിക്കാൻ സാധിക്കും. അതാണ് ഇത് തമ്മിലുള്ള ഒരു ബേസിക് ഡിഫറൻസുകൾ എന്ന് പറയുന്നത്. ഒന്ന്, ഇറ്റ് സ്റ്റഡീസ് എ പ്രൊഡക്ഷൻ, ട്രാൻസ്മിഷൻ ആൻഡ് റിസപ്ഷൻ ഓഫ് സൗണ്ട്. നെക്സ്റ്റ് വൺ, ഇറ്റ് സ്റ്റഡി ഡിഫറെൻറ്റ് പാറ്റേൺസ് ഓഫ് സൗണ്ട്സ് ഇൻ ഡിഫറെൻറ്റ് ലാംഗ്വേജസ്. ഓർഗനൈസേഷൻ ആൻഡ് സെലക്ഷൻ, അത് രണ്ട് കീവേഡ്സ് ഓർത്തിരുന്നാൽ മതി. ഫോണോളജി എന്ന് പറയുമ്പോൾ ഓർഗനൈസേഷൻ ആൻഡ് സെലക്ഷൻ ഓഫ് സൗണ്ട്സ് ഇൻ എ പർട്ടിക്കുലർ ലാംഗ്വേജ്. ക്ലിയർ ആയല്ലോ? ഇനി ഫോണീം, നമ്മൾ ആദ്യം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഫോണീം, എന്നാലും ഒന്നുകൂടെ പറയാം. സോ ഫോണീം ഈസ് ദ സ്മോളസ്റ്റ് കോൺട്രാസ്റ്റീവ് ലിംഗ്വിസ്റ്റിക് യൂണിറ്റ് വിച്ച് മേ ബ്രിങ് അബൌട്ട് എ ചേഞ്ച് ഇൻ മീനിങ്. ഫോർ എക്സാമ്പിൾ, ദ സൗണ്ട് പ് ഇൻ പിൽ മേക്സ് ഇറ്റ് ഡിഫറെൻറ്റ് ഫ്രം അതർ വേർഡ്സ് ലൈക്ക് കിൽ, ഹിൽ, ടിൽ, മിൽ. സോ പ് എന്ന് പറയുന്നത് അതാണ് ഒരു ലിംഗ്വിസ്റ്റിക് എലമെൻറ്റിലെ ഏറ്റവും സ്മോളസ്റ്റ് എലമെൻ്റാണ് പ്. ആ പില്ലെന്ന് പറയുന്നതിലെ ഏറ്റവും സ്മോളസ്റ്റ് എലമെൻ്റാണ് പ് എന്ന് പറയുന്ന സൗണ്ട്. നമ്മൾ അതിൽ നിന്ന് ആ സൗണ്ട് എടുത്ത് മാറ്റി വേറൊരു സൗണ്ട് നമ്മളതിനെ റിപ്ലേസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മീനിങ്ങേ ചേഞ്ച് ആവും. അപ്പം അങ്ങനെ മീനിങ് ചേഞ്ചിന് കാരണമാകുന്ന ഏറ്റവും സ്മോളസ്റ്റ് കോൺട്രാസ്റ്റീവ് ലിംഗ്വിസ്റ്റിക് യൂണിറ്റിനെയാണ് നമ്മൾ ഫോണീം എന്ന് പറയുന്നത്. And phoneme are significant sounds in a specified language. There are no universal phonemes. Each language has its own sets of phonemes. Phonemes basically നമ്മൾ ഇംഗ്ലീഷിലുള്ള ഫോണീംസ് അല്ലല്ലോ മലയാളത്തിലുള്ളത്. ഇംഗ്ലീഷിലുള്ള പല ഫോണീംസും മലയാളത്തിലില്ല, മലയാളത്തിലുള്ളത് പലതും ഇംഗ്ലീഷിലില്ല. ഇപ്പം നമ്മൾ ഈ മഴ എന്ന് പറയുന്നതിൻ്റെ എന്ന് പറയുന്ന സൗണ്ടൊന്നും ഇംഗ്ലീഷിലില്ലല്ലോ. അവിടെ കൂടുതലും യാ എന്ന് പറയുന്ന സൗണ്ടല്ലേ. അതേപോലെ തന്നെ പല ലാംഗ്വേജിലും ഈ സെയിം സൗണ്ട് എന്ന് പറയുന്ന സൗണ്ട് എനിക്ക് തോന്നുന്നില്ല തമിഴിലുണ്ടെന്ന് തോന്നുന്നില്ല. അവരിപ്പോൾ നമ്മൾ ഈ തമിഴ് ഫിലിംസൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മൾ പഴം എന്ന് പറയുന്നതിന് അവർ പളം എന്താണ് യൂഷ്വലി പറയാറ്. ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. സോ അങ്ങനെ ആ ഫോണീംസ് ഓരോ ലാംഗ്വേജിനും അതിൻ്റേതായ സെറ്റ് ഓഫ് ഫോണീംസ് ഉണ്ട്. യൂണിവേഴ്സൽ ഫോണീംസ് എന്ന് പറയുന്ന അങ്ങനെ ഒരു ഇതില്ല.
ഓരോ ലാംഗ്വേജിനും അതിൻ്റേതായിട്ടുള്ള സിഗ്നിഫിക്കൻറ്റ് സൗണ്ട്സ് ഉണ്ട്. ഓക്കെ, അതും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത് പറയാൻ പോകുന്നതാണ് മിനിമൽ പെയേഴ്സ്. മിനിമൽ പെയേഴ്സ് നമുക്കെല്ലാവർക്കും ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ ഒരു വേർഡ് എടുത്തിട്ട് അതിനകത്ത് ഒരു ഫൊണീമിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വേറൊരു ഫൊണീമിനെ ഇടും, പക്ഷേ അതിൻ്റെ ബാക്കി ഭാഗമെല്ലാം സെയിം ആയിരിക്കും. അങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ മിനിമൽ പെയേഴ്സ് എന്ന് പറയുന്നത്. Two words which differ only in one phoneme are usually called a minimal pair. രണ്ട് വേർഡ്സിൽ ആ ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരൊറ്റ ഫൊണീമിൽ മാത്രം ഉണ്ടാവുമായിരിക്കുള്ളൂ. അതിനെയാണ് നമ്മൾ മിനിമൽ പെയർ എന്ന് പറയുന്നത്. മിനിമൽ പെയേഴ്സ് ആർ വെരി യൂസ്ഫുൾ ഇൻ ഐഡൻറ്റിഫൈ ദ ഫൊണീംസ് ഓഫ് എ ലാംഗ്വേജ്. നമ്മുടെ ഒരു ലാംഗ്വേജിൽ അപ്പോൾ എന്തുകൊണ്ടാണ്? കാരണം ആ മീനിങ് ഡിഫറൻസ് വരുന്നത് കൊണ്ടാണല്ലോ അതൊരു ഫൊണീം ആവുന്നത്. സോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ ലാംഗ്വേജിലെ ഫൊണീംസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ മിനിമൽ പെയേഴ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. For example, if we substitute k in cool with p, we get pool. Hence, we get k and p as two different phonemes in English. അല്ലേ? Cool, pool. That is one set of a minimal pair. ആ ഒരു സെറ്റിനെ നമ്മൾ പറയുന്നതാണ് മിനിമൽ പെയർ എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലത്തെ വേറെ എക്സാമ്പിൾസ് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഓരോരുത്തരായിട്ട് പറഞ്ഞാൽ മതി. ആര്യ, മിനിമൽ പെയേഴ്സിൻ്റെ എക്സാമ്പിൾ. രണ്ട് സിമിലർ വേർഡ്സ്, അതിനകത്ത് ഒരു വേർഡ് മാത്രം ഡിഫറെൻ്റ് വരുന്നത്. CSEACയും SEECയും പറ്റുമോ? പറ്റില്ല. അത് സിമിലർ ആണ്. അത് രണ്ടും എസ് ആണ്. ലോട്ട് ഗോട്ട്, LOT and GOT. LOT and GOT. അതൊക്കെയാണ്. ലോട്ട് ഗോട്ട്. കോട്ട് ആൻഡ് കോട്ട്. പോട്ട് ആൻഡ് കോട്ട്. അതിന് അടുത്തയാള് ആര് പറഞ്ഞില്ലല്ലോ? ആരും ഒന്നുകൂടെ പറഞ്ഞേ. ഞാൻ പറഞ്ഞതാ പോട്ട് ആൻഡ് കോട്ട്. ഓക്കെ, പോട്ട് ആൻഡ് കോട്ട്. ഓക്കെ, വെരി ഗുഡ്. ഐലിമ? കാർ ആൻഡ് വാർ, CAR and WR. CAR, കാർ ആൻഡ് കാറും war. Okay, car. WAR, war. Okay. സാഹിത്യ? അല്ല, സാഹിത്യാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞ കട്ട് ആൻഡ് ഷട്ട്. ഓക്കെ, കട്ട് ആൻഡ് ഷട്ട്. ഓക്കെ, സജ്ന? ബോയ് ടോയ്. ബോയ് ടോയ്. ഓക്കെ. അപ്പൊ അത് കിട്ടിയല്ലോ, മിനിമൽ പെയർ എന്താണെന്ന് കിട്ടിയല്ലോ. കാരണം സി മിനിമൽ പെയർ അല്ല, അതിന് വരുന്നുണ്ട്. ഓക്കെ, സി മിനിമൽ പെയർ അല്ല, കാരണം അതിനകത്ത് ഫോണിയം ഡിഫറൻസ് ഇല്ല. രണ്ട് വേർഡ്സും സിമിലർ ആണ് പ്രൊനൗൺസിയേഷൻ. നമ്മളത് ഫോണറ്റിക് ട്രാൻസ്ക്രിപ്ഷനിൽ എഴുതി നോക്കുമ്പോൾ സിയും ഒരേപോലെ തന്നെയാണ് എഴുതുന്നത്. മിനിമൽ പെയേഴ്സ് എന്ന് പറയുമ്പം അത് ആ വേർഡ്സിൽ ഒരൊറ്റ ഫോണിയും മാത്രം ഡിഫറെൻ്റ് ആയിരിക്കും രണ്ട് വേർഡ്സിന്. ഇപ്പം കിൽ, പിൽ, ക്ക്, പ്, അതാണ് വ്യത്യാസം. ഇവിടെ പോലെ കൂൾ, പൂൾ എന്ന് പറയുന്നത് പോലെ തന്നെ കിൽ, പിൽ, അങ്ങനെയുള്ള. മനസ്സിലായോ? അതാണ് മിനിമൽ പെയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, മിനിമൽ പെയേഴ്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ് മിനിമൽ പെയേഴ്സ്. എങ്ങനെ ക്വസ്റ്റ്യൻസ് വരുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ബട്ട് യൂഷ്വലി മിനിമൽ പെയേഴ്സ് എല്ലാവർക്കും, എല്ലാ ക്വസ്റ്റ്യൻ ഇടുന്നവർക്കും താല്പര്യമുള്ള ഒരു ഏരിയ ആണ്. മേ ബി ഇതേപോലെ തന്നെ രണ്ട് വേർഡ്സ് ഇങ്ങനെ തന്നിട്ട് അതിൽ ഏതാണ് മിനിമൽ പെയറിന് ചൂസ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും വരിക. അത് നമുക്ക് വളരെ ഈസിയാണ്. നമുക്ക് അത് കിട്ടിയാൽ നമുക്ക് പെട്ടെന്ന് തന്നെ സ്കോർ ചെയ്യാവുന്ന ഒന്നാണ് മിനിമൽ പെയേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ടു ടൈപ്സ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള ഈ വേർഡ്സിൻ്റെ അല്ലെങ്കിൽ ഫൊണീംസിൻ്റെ രണ്ട് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചാണ്. ഒന്നെന്ന് പറയുന്നത് കോൺട്രാസ്റ്റീവ് ഡിസ്ട്രിബ്യൂഷനും മറ്റേതെന്ന് പറയുന്നത് നോൺ കോൺട്രാസ്റ്റീവ് ഡിസ്ട്രിബ്യൂഷനുമാണ്. ഓക്കെ, ഒരു ലിംഗ്വിസ്റ്റിക് എൻവിറോൺമെൻറ്റിൽ മീനിങ് ചേഞ്ച് വരുമ്പോൾ, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മിനിമൽ പെയർ എടുക്കുക, കൂൾ, പൂൾ, അതിൽ ക എന്ന് പറയുന്ന സൗണ്ട് മാറ്റി പ് എന്ന് പറയുന്ന സൗണ്ട് വന്നപ്പോൾ അവിടെ മീനിങ് ചേഞ്ച് വന്നു അല്ലേ? അങ്ങനെ മീനിങ് ചേഞ്ച് വരുമ്പോൾ അങ്ങനെയുള്ള ഇതിനെ പറയുന്നതാണ്, അങ്ങനെ ഒരു ഫിനോമിനെ പറയുന്നതിനാണ് കോൺട്രാസ്റ്റീവ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മീനിങ് ചേഞ്ച് വരുമ്പോൾ ഒരു ലിംഗ്വിസ്റ്റിക് എൻവിറോൺമെൻറ്റിൽ ഏതെങ്കിലും യൂണിറ്റ്സിന് മീനിങ് ചേഞ്ച് കൊണ്ടുവരാൻ സാധിക്കുമ്പോൾ അങ്ങനെ വരുന്നതിനെ നമ്മൾ പറയുന്നതാണ് കോൺട്രാസ്റ്റീവ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. പക്ഷേ നോൺ കോൺട്രാസ്റ്റീവ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഫോണീംസ് ചേഞ്ച് ആവുന്നുണ്ട്, പക്ഷേ മീനിങ്സിന് ചേഞ്ച് വരുന്നില്ല. ഓക്കെ,
അതിൻ്റെ എക്സാമ്പിൾസ് ആണ് അലോഫോൺസ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ എക്സാമ്പിളായിട്ട് പറയുന്നതാണ് അലോഫോൺസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആസ്പിരേറ്റഡ് കേവും അൺആസ്പിരേറ്റഡ് കേവും. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു സ്കൈ എന്ന് പറയുന്നൊരു വാക്ക് എന്ന് പറയുന്നതിനകത്ത് ആസ്പിരേറ്റഡ് ക് എന്നതിനെ മാറ്റി അൺആസ്പിരേറ്റഡ് ക് ഇടുവാണെങ്കിലും അതിൻ്റെ മീനിങ്ങിന് ഒരു ചേഞ്ചും വരുന്നില്ല. പക്ഷേ ആ ഫൊണീം രണ്ടും രണ്ടാണ്. ഒന്നൊരു ആസ്പിരേറ്റഡ് ക് ആണ്, മറ്റേതൊരു അൺആസ്പിരേറ്റഡ് ക് ആണ്. ക്ലിയർ ആയോ? അതൊന്നും കൂടെ പറയോ? പറയാം. ഓക്കെ, ഒന്നുകൂടെ പറയാം, കേൾക്ക്. അതായത് ഫസ്റ്റ് ഒരു സെറ്റ്, ഒരു എൻവിറോൺമെൻറ്റ്, നമ്മളൊരു ലിംഗ്വിസ്റ്റിക് എൻവിറോൺമെൻറ്റിനെ നമ്മൾ മനസ്സിലാക്കുക. ഇത് നമ്മൾ മനസ്സിലാക്കുക. അതിനകത്ത് ഇപ്പം വൺ സെറ്റ് ഓഫ് വേർഡ്, ഒരു എക്സാമ്പിൾ ഞാൻ പറയുന്നത് കൂൾ പൂൾ. ഓക്കെ, അതിനകത്ത് കൂൾ എന്നതിലെ ക് സൗണ്ടിനെ നമ്മൾ പ് സൗണ്ട് കൊണ്ട് റീപ്ലേസ് ചെയ്യുമ്പം അവിടെ കൂൾ എന്നതും പൂൾ എന്നതും തമ്മിലൊരു മീനിങ് ചേഞ്ച് വരുന്നില്ലേ? വേർഡ് മീനിങ് ചേഞ്ച് ആവുന്നു. വേർഡ് മീനിങ് ചേഞ്ച് ആവുന്നു. അങ്ങനെ ഉള്ള മീനിങ് ചേഞ്ച് വരുന്ന യൂണിറ്റ്സിന് അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ കോൺട്രാസ്റ്റീവ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. മീനിങ് ചേഞ്ച് വരുന്നിടത്ത് നമ്മൾ പറയുന്നതാണ് കോൺട്രാസ്റ്റീവ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അത് ക്ലിയർ ആയല്ലോ? ഇനി നമ്മള് ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ചോദിച്ചോ. അപ്പൊ ഈ കോൺട്രാസ്റ്റ് ഡിസ്ട്രിബ്യൂഷനോട് എക്സാമ്പിൾ ആയിട്ടാണോ മിനിമൽ പെയർ പറയുന്നത്? നേരത്തെ നോൺ കോൺട്രാസ്റ്റ്. ഓക്കെ, അപ്പൊ നോൺ കോൺട്രാസ്റ്റ് ഡിസ്ട്രിബ്യൂഷന്റെ അലോഫോൺസ് അല്ലേ? അതെ, നോൺ കോൺട്രാസ്റ്റ്. അതങ്ങനെ എക്സാമ്പിൾ എന്നുള്ളതല്ല ഇത്. എക്സാമ്പിൾ നമുക്ക് പറയാം, പക്ഷെ പഠിക്കുമ്പോൾ രണ്ടായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. മിനിമൽ പെയർസ് ഒരു കാര്യം, കോൺട്രാസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ, നോൺ കോൺട്രാസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ. കറക്റ്റ് ആണ്. കോൺട്രാസ്റ്റ് ഡിസ്ട്രിബ്യൂഷന്റെ എക്സാമ്പിൾ ആണ് മിനിമൽ പെയർസ്, നോൺ കോൺട്രാസ്റ്റ് ഡിസ്ട്രിബ്യൂഷന്റെ എക്സാമ്പിൾ ആണ് അലോഫോൺസ്. പറഞ്ഞത് കറക്റ്റ് ആണ്. ഓക്കെ, ഇനി നോൺ കോൺട്രാസ്റ്റീവ് ഡിസ്ട്രിബ്യൂഷൻ എന്താന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ പറയാം. അപ്പം നമ്മൾ ഫോണീം എന്ന് പറയുന്നില്ലേ, ഈ ഫോണീമിൽ തന്നെ പല വേരിയൻസ് ഉണ്ട്. ഓക്കെ, ഇപ്പം നമ്മൾ ക എന്ന് പറയുന്ന സൗണ്ട് എടുക്കുമ്പം നമ്മൾ ക എന്ന് പറയുന്നതും ചിലവർ ഖ, നമ്മൾ മലയാളത്തിൽ അത് രണ്ട് ഫോണീമാണ്, പക്ഷേ ഇംഗ്ലീഷിൽ അത് അലോഫോൺസ് ആണ്. ഓക്കെ, ഖ എന്ന് പറയുന്നത്, പിന്നെ വേറൊന്ന് ഖ എന്ന് പറയുന്നത് അതിനകത്തൊരു പഫ് ഓഫ് എയർ, ഒരു സ്ട്രെസ് വരുന്നുണ്ട്. നമ്മൾ സാധാരണ ക എന്ന് പറയുന്നതിനെ അൺആസ്പിരേറ്റഡ് എന്നും വിത്ത് പഫ് ഓഫ് എയർ ഒരു ഖ എന്ന് പറയുന്നതിനെ ആസ്പിരേറ്റഡ് എന്നും പറയും. ഇത് രണ്ടും ഒരേ ഫൊണീമിൻ്റെ രണ്ട് വേരിയേഷൻസ് ആണ്. ഇതിനെയാണ് നമ്മൾ അലോഫോൺസ് എന്ന് പറയുന്നത്. അത്രയും ക്ലിയർ ആയോ? ഇനി നമ്മൾ നേരത്തെ ഈ സ്കൈയുടെ എക്സാമ്പിൾ, ഇവിടെ നേരത്തെ എക്സാമ്പിൾ തന്നെ എടുക്കാം. അപ്പോൾ നമ്മൾ കൂൾ എന്ന് പറയുന്നതിൽ ക എന്ന് പറയുന്ന സൗണ്ടിനെ, അതൊരു നോർമൽ അൺആസ്പിരേറ്റഡ് കീനെ നമ്മളൊരു ആസ്പിരേറ്റഡ് ഖ വെച്ച് റീപ്ലേസ് ചെയ്തു എന്ന് വിചാരിക്കുക. അതിൽ മീനിങ് ചേഞ്ച് വരുമോ? ഇല്ലല്ലോ. കൂൾ അതിൽ മീനിങ് ചേഞ്ച് വരുന്നില്ലല്ലോ. അങ്ങനെ വരുന്നതിനെയാണ് നോൺ കോൺട്രാസ്റ്റീവ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ക്ലിയർ ആയോ? ഒരു മിനിറ്റ്, സ്ട്രെസ്ഡും അൺസ്ട്രെസ്ഡും പോലെ. സ്ട്രെസ്ഡ് അല്ല, അതല്ല അവിടുത്തെ വേർഡ്. അവിടുത്തെ വേർഡ് എന്ന് പറയുന്നത് ആസ്പിരേറ്റഡ്, അൺആസ്പിരേറ്റഡ്. അവിടുത്തെ വേർഡ് എന്ന് കാരണം ഒരു പഫ് ഓഫ് എയർ, ആക്ച്വലി സ്ട്രെസ് പോലെ തന്നെയാണ്, പക്ഷെ ഒരു പഫ് ഓഫ് എയർ. നമ്മൾ മലയാളത്തിൽ ക ഖ എന്ന് പറയുന്നതിനകത്ത് കായും ഖായും തമ്മിലൊരു ചെറിയ വ്യത്യാസമല്ലേ? അതാണ് ബേസിക്കലി ആസ്പിരേറ്റഡ്, അൺആസ്പിരേറ്റഡ്. അതുപോലെ പേയിലുണ്ട് പ, അങ്ങനെ. അതാണ് ബേസിക്കലി ആസ്പിരേറ്റഡും അൺആസ്പിരേറ്റഡും. അങ്ങനെയുള്ളതാണ് യൂഷ്വലി എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത് അലോഫോൺസിന്. മാം ഒന്ന് ചോദിച്ചോട്ടെ, നമ്മൾ ഈ സെയിം വേർഡിനെ ഇങ്ങനെ ആസ്പിറേറ്റഡ് ആൻഡ് അൺആസ്പിറേറ്റഡ് ആയിട്ട് റീഡ് ചെയ്യോ? മീൻസ് രണ്ട് പ്രൊനൗൺസിയേഷൻ വരുമോ? ചില വേർഡ്സിന് വരും, ചില വേർഡ്സിന് വരില്ല. അത് ആക്ച്വലി നമുക്ക് അതിൻ്റെ വലിയൊരു ഡിഫറൻസ് അറിയില്ല. കൂടുതലും നേറ്റീവ് സ്പീക്കേഴ്സിനാണ് അതിൻ്റെ ഒരു വലിയ ഡിഫറൻസ് വരുന്നത്. നമുക്ക് അങ്ങനെ വലുതായി, പിന്നെ അത് പ്രൊനൗൺസ് ചെയ്ത് വരുമ്പം അതിന് മുമ്പ് ചിലപ്പോൾ ഒരു വവ്വൽ ഉണ്ടെങ്കിലോ കോൺസണന്റ് ഉണ്ടെങ്കിലോ അങ്ങനെയൊക്കെ പല ഡിഫറൻസിലാണ് വരിക. ബേസിക്കലി
പിന്നെ വരുന്ന ഒരു എക്സാമ്പിൾ ആണ് ഞാൻ പറയാം, നെക്സ്റ്റ് വരുമ്പോൾ പറയാം. ഓക്കെ, സോ അത് ക്ലിയർ ആയല്ലോ. കോൺട്രാസ്റ്റീവ് ഡിസ്ട്രിബ്യൂഷൻ എന്താണ്, കോംപ്ലിമെൻ്ററി നോൺ കോൺട്രാസ്റ്റീവ് ഡിസ്ട്രിബ്യൂഷൻ എന്താണ്. അപ്പോൾ ഞാൻ ഒന്ന് വായിക്കാവേ. യൂണിറ്റ്സ് വിച്ച് അഫക്റ്റ് മീനിങ് ചേഞ്ച് ഇൻ ദ സെയിം ലിംഗ്വിസ്റ്റിക് എൻവിറോൺമെൻറ്റ് ആർ സെറ്റ് ടു ബി ഇൻ കോൺട്രാസ്റ്റീവ് ഡിസ്ട്രിബ്യൂഷൻ. On the other hand, those phonemes which do not occur in the same linguistic environment and which when occur in the same linguistic environment do not bring about a change in a meaning are said to be in a complementary or non-contrastive distribution. For example, the substitution of aspirated k for the unaspirated k in the word sky does not alter the meaning of the word. So they are said to be in complementary distribution. Okay, complementary എന്ന് പറയുന്നത് സെയിം തന്നെയാണ് നോൺ കോൺട്രാസ്റ്റീവ് ഡിസ്ട്രിബ്യൂഷൻ. കോൺട്രാസ്റ്റീവ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വേറൊരു വേർഡാണ് പാരലൽ ഡിസ്ട്രിബ്യൂഷൻ. അത് ഞാൻ എഴുതിയിട്ടില്ല, അതൊന്ന് എഴുതി വെച്ചോ കേട്ടോ. കോൺട്രാസ്റ്റീവിന് പറയുന്ന വേറൊരു വേർഡാണ് പാരലൽ, നോൺ കോൺട്രാസ്റ്റീവിന് പറയുന്ന വേറൊരു വേർഡാണ് കോംപ്ലിമെൻ്ററി. ഇനി അലോഫോൺസ്, നമ്മളിപ്പോൾ പറഞ്ഞതാണ് അലോഫോൺസ്. ഓക്കെ, അലോഫോൺസ് ആർ ദ വേരിയൻസ് ഓഫ് ദ സെയിം ഫോണീം. Example, the pronunciation of k in the word skill and skill. The symbol k is used for both the sounds, but the k in kill is accompanied by a strong puff of air called aspiration. So the k in kill is aspirated, whereas the k in skill is unaspirated. The aspirated and unaspirated forms of k are the allophones of the same phoneme. Clear aanallo? ക്ലിയർ അല്ല? ഓക്കെ, സോ ഒരേ ഫോണീമിൻ്റെ വേരിയൻസിനെയാണ് നമ്മൾ അലോഫോൺസ് എന്ന് പറയുന്നത്. അതിന് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നതാണ് ആസ്പിറേറ്റഡ് കെ ഇൻ കില്ലും അൺആസ്പിറേറ്റഡ് കെ ഇൻ സ്കില്ലും. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിളാണ് എൽ എന്ന് പറയുന്ന സൗണ്ടിന്. The lateral l has two variants. They are the clear l and the dark l. അത് നമ്മളുടെ വ്യത്യാസമാണിത്. The former is ഇത് ഞാൻ നേരത്തെ ആര്യ ചോദിച്ച ഇതില്ലേ, പറഞ്ഞുതരാം. അല്ലല്ല, ഇത് സ്ട്രെസ്ഡ് അല്ല, നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നതിൽ തന്നെ ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ വേർഡ് പ്രൊനൗൺസ് ചെയ്ത് നോക്ക്. ലീവ് എന്ന് പറയുന്ന വേർഡിൻ്റെ സെക്കൻഡ് വേർഡ് എടുക്കാം, ലൾ. ലൾ എന്ന് പറയുന്ന വേർഡിൻ്റെ ആദ്യത്തത് നമ്മളത് ട്രാൻസ്ക്രിപ്ഷൻ എഴുതുമ്പം എല് അ ല് അങ്ങനെ തന്നെയാണ് നമ്മൾ എഴുതുക. പക്ഷെ ആദ്യത്തെ എല്ല് പ്രൊനൗൺസ് ചെയ്യുന്ന പോലെയാണോ രണ്ടാമത്തെ എല്ല് പ്രൊനൗൺസ് ചെയ്യുന്നത്? അല്ലല്ലോ, വ്യത്യാസമില്ലേ ലൾ എന്ന് പറയുന്ന വാക്കിന്? ഇല്ലേ, ആദ്യത്തത് ക്ലിയർ എല്ലും രണ്ടാമത്തത് ഡാർക്ക് എല്ലും ആണ്. ല ല് ലൽ. പക്ഷെ എഴുതുമ്പോൾ നമ്മൾ ല എന്ന് തന്നെയാണ് എഴുതുക. ക്ലിയർ ആയല്ലോ? ക്ലിയർ എൽ എന്ന് പറയുന്നത് നമ്മൾ നാക്ക് ഹാർഡ് പാലറ്റിന്റെ അവിടെയാണ് വരുന്നത്. ല് എന്ന് പറയുമ്പോൾ നമ്മുടെ ടങ്ക് ഹാർഡ് പാലറ്റിലാണ് ടച്ച് ചെയ്യുക. ല് എന്ന് പറയുമ്പം അത് സോഫ്റ്റ് പാലറ്റിന്റെ അവിടെ ആയിരിക്കും ടച്ച് ചെയ്യുക. ല് 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 ല്. ഓക്കെ, അതാണ് ദ ഫോർമർ ഇസ് പാലറ്റലൈസ്ഡ് ആൻഡ് ദ ലാറ്റർ ഇസ് വേലാറൈസ്ഡ് എന്ന് പറയുന്നത്. പാലറ്റലൈസ്ഡ് എന്ന് പറയുമ്പോൾ ഓർത്തോണം ഹാർഡ് പാലറ്റ്, വേലാർ എന്ന് പറയുമ്പോൾ ഓർത്തോണം സോഫ്റ്റ് പാലറ്റ്. ഓക്കെ, ദ ക്ലിയർ എൽ ഒക്കേഴ്സ് ഇൻ ദ വേർഡ്സ് ലൈക്ക് ദ ഫോളോയിങ്. ലീവ്, ലള്ളിൻ്റെ ആദ്യത്തെ ആണ് ലീഡ്. ഇൻ ദീസ് വേർഡ്സ് എൽ ഈസ് ഫോളോഡ് ബൈ എ വവൽ. മില്യൺ, അല്യൂർ, എക്സെട്ര. ഇൻ ദീസ് വേർഡ്സ് എൽ ഈസ് ഫോളോഡ് ബൈ എ യർ. Dark L occurs in the following word: tell, call, pull. Okay, അതിൽ L is in the final position. Fold, build, milk. ഓക്കെ, അങ്ങനെയുള്ള വാക്കുകളാണ് ഡാർക്ക് L ഉണ്ടാവുന്നത്. അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ഹോമോഫോൺസ്. The homophones are used to designate words which are spelled differently but pronounced alike, which are different in meaning. ഇതാണ് ആദ്യം ചോദിച്ചത്. സിയും സിയും അവർ സ്പെല്ല് ചെയ്തിരിക്കുന്ന ഡിഫറെൻ്റ് ആണ് അല്ലേ, SEE ബട്ട് പ്രൊനൗൺസ്ഡ് അലേക്ക് ഒരേപോലെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. സി പക്ഷേ എന്താ മീനിങ്ങിൽ ഡിഫറൻസ് ഉണ്ട്. സി എന്ന് പറയുമ്പോൾ കാണുക, മറ്റേ സി എന്ന് പറയുമ്പോൾ കടൽ എന്നുള്ള മീനിങ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ അതാണ് ഹോമോഫോൺസ്. ഓക്കെ,
ഓക്കെ ആണ്. ഓക്കെ. ഓക്കെ മാം. ആ സോ അതിനുള്ള വേറെയുള്ള എക്സാമ്പിൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. വി ഹാവ് ദ എക്സാമ്പിൾസ് ഓഫ് സച്ച് വേർഡ്സ് ലൈക്ക് റെഡ്, റെഡ്, അതായത് റെഡ് കളർ എന്ന് പറയുന്നത്. പിന്നെ പാസ്റ്റ് ടെൻസ്, ഐ റെഡ് ദിസ് ബുക്ക് എന്നൊക്കെ പറയില്ലേ, പാസ്റ്റ് ടെൻസ്, റീഡിൻ്റെ പാസ്റ്റ് ടെൻസ് റെഡും. അത് രണ്ടും സ്പെൽ ഡിഫറെൻ്റ്ലി, അത് രണ്ടും സ്പെല്ല് ചെയ്യുന്ന ഡിഫറെൻ്റ്ലി ആണ്, ബട്ട് പ്രൊനൗൺസ്ഡ് അലൈക്ക് ബട്ട് ഡിഫറെൻറ്റ് മീനിങ്സ്. സിമിലർലി റൈറ്റ്, റൈറ്റ്, റൈറ്റ് സൈഡിൻ്റെ റൈറ്റും എഴുതുക എന്നുള്ളതിൻ്റെ റൈറ്റും. സൈറ്റ്, സൈറ്റ്, റോഡ്, റോഡ്, ഫ്ലവർ, ഫ്ലവർ, ലെഡ്, ലെഡ്, എല്ലാം അതിൻ്റെ എക്സാമ്പിൾസ് ആണ്. The homophones are kept apart by their difference in spelling, so there can't be any ambiguity in the use of homophones in writing. നമ്മൾ സംസാരിക്കുമ്പോൾ മേ ബി ഹോമോഫോൺസിന് ആംബിഗ്യൂറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ റൈറ്റിങ്ങിൽ സ്പെല്ലിങ് ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വായിക്കുമ്പോൾ ഒരു രീതിയിലുള്ള ആംബിഗ്യൂറ്റിയും ഹോമോഫോൺസ് കാരണം വരില്ല. ഈവൻ സംസാരിക്കുമ്പോഴും വരേണ്ട കാര്യമില്ല, ബട്ട് ചില സമയത്ത് വേണമെങ്കിൽ വരാം. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ കോണ്ടെക്സ്റ്റ്. ആ ഒരു കോണ്ടെക്സ്റ്റിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. യൂഷ്വലി ആ കോണ്ടെക്സ്റ്റിൽ നിന്ന് തന്നെ നമുക്ക് മീനിങ് കിട്ടേണ്ടതാണ്. ഇപ്പം നമ്മൾ ഐ സി എന്ന് പറയുമ്പോൾ ഒരിക്കലും നമ്മൾ ഐ കടൽ എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കില്ലല്ലോ, നമ്മൾ അങ്ങനെ ഒരു മീനിങ് എടുക്കില്ല. ഐ സി എന്ന് പറയുമ്പോൾ ഓക്കെ, ആ മീനിങ് നമുക്ക് ആ കോണ്ടെക്സ്റ്റിൽ നിന്ന് കിട്ടും. അതുകൊണ്ട് തന്നെ ആംബിഗ്യൂറ്റി വരേണ്ട ചാൻസ് ഇല്ല ബൈ റൂൾ. പക്ഷേ എന്നാലും ചില സമയത്ത് വേണമെങ്കിൽ ആംബിഗ്യൂറ്റി വരാം. പക്ഷേ റൈറ്റിങ്ങിൽ ഒരു രീതിയിലുള്ള ആംബിഗ്യൂറ്റിയും ഹോമോഫോൺസ് കാരണം വരില്ല. വൈ? ബിക്കോസ് ദ സ്പെല്ലിംഗ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. ആ സ്പെല്ലിംഗ് എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയതുകൊണ്ട്. സോ അതാണ് ഹോമോഫോൺസ്. ഈ കാര്യങ്ങളൊക്കെ ചോദ്യം ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. മിനിമൽ പെയേഴ്സ് ചോദിക്കാം, അലോഫോൺസ് ചോദിക്കാം, ഹോമോഫോൺസ് ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ് ഹോമോഗ്രാഫ്സ്. Sometimes it is seen that certain forms have more than one meaning and can be understood in more than one way. This led to the ambiguity in language. We have examples of such words in bank, bat, tear, etc. with a single spelling and two or more meaning. Such words are generally called homographs. ഇപ്പം നമ്മൾ ഈ ഇങ്ങനെയുള്ള വേർഡ്സിനാണ് ആംബിഗ്യൂറ്റി വരാൻ പിന്നെയും ചാൻസ് ഉള്ളത്. റൈറ്റിങ്ങിലാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ ഇതിലെ ആംബിഗ്യൂറ്റി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ബാങ്ക് എന്ന് പറയുമ്പോൾ രണ്ട് മീനിങ് ഇല്ലേ? ബാങ്ക് ആസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷനും ഉണ്ട്, ദ ബാങ്ക് ഓഫ് ദ റിവറും ഉണ്ട്, ഇല്ലേ? രണ്ടും എന്താ സ്പെല്ലിങ്ങും സെയിം ആണ്, പ്രൊനൗൺസിയേഷനും സെയിം ആണ്, പക്ഷെ അതിൻ്റെ മീനിങ് ഡിഫറെൻ്റ് ആണ്. നിങ്ങൾ ഈ സിനിമ വാഴുന്ന ഒരു സിനിമ കണ്ടിട്ടുണ്ടോ? ആരും കണ്ടിട്ടില്ല? മറ്റേ സുരേഷ്, അതിനകത്തൊരു സീൻ ഇതാ, ഓർക്കുന്നുണ്ടോ? സുരേഷ് ഗോപി എന്നിട്ട് കാശി ചെന്ന്, എനിക്ക് ആ നടിയുടെ പേര് ഓർമ്മയില്ല, മറ്റേ ചിന്താവിഷ്ടയായ ശ്യാമളയില ആ നടി, ആ പുള്ളിക്കാരി ഇപ്പോൾ ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇല്ലേ, അത് ഓർത്താൽ മതി. ഹോമോഗ്രാഫ്സ്. സോ അതാണ് ഹോമോഗ്രാഫ്സിൻ്റെ എക്സാമ്പിൾ. ബാങ്ക്, ബാറ്റ്, ടിയർ. ബാറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ക്രിക്കറ്റ് ബാറ്റും പിന്നെ ആനിമൽ ബാറ്റ്. അഗെയിൻ ടിയർ എന്ന് പറയുമ്പോൾ കണ്ണീര്, പിന്നെ ടിയർ പേപ്പർ ടിയർ ചെയ്യാന്നൊക്കെ പറയില്ല, അങ്ങനെ. വേറെ എക്സാമ്പിൾസ് ഏതെങ്കിലും നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? ഒരേ സ്പെല്ലിങ്, ഒരേ പ്രൊനൗൺസിയേഷൻ, പക്ഷെ മീനിങ് ഡിഫറെൻറ്റ്. ഡ്രോ, ഡ്രോ, അറ്റ്, ബാങ്ക്. ഓക്കെ മാം ഒരു കാര്യം ചോദിച്ചോട്ടെ? ഹോമോഗ്രാഫ്സിന് നമ്മൾ ഹോമോനിംസ് എന്ന് പറയത്തില്ലേ? അടുത്ത് വരുന്നുണ്ട് ഹോമോനിം. സെയിം അല്ലേ രണ്ടും? നമുക്ക് പറയാം. അടുത്ത ഹോമോനിംസ് ആടാ. ശരി ശരി. ദ ഹോമോനിംസിൽ എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ, the word homonyms is used to designate words pronounced differently though spelled identically. മനസ്സിലായോ? മറ്റേതിൽ നമ്മൾ എഴുതുന്നത് ഒരേപോലെയാണ്, പ്രൊനൗൺസ് ചെയ്യുന്നത് ഒരേപോലെയാണ്, മീനിങ് ഡിഫറെൻ്റ് ആണ്. ഈ ഹോമോനിംസിൽ വരുമ്പം നമ്മൾ എഴുതുന്നത് സ്പെൽറ്റ് ചെയ്യുന്നത് സെയിം ആണ്, പക്ഷെ പ്രൊനൗൺസ് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആണ്. അതാണ് ഹോമോനിം എന്ന് പറയുന്നത്. അതിൻ്റെ ഏറ്റവും നല്ല എക്സാമ്പിളാണ് റീഡ്, റെഡ്. റീഡ് എന്ന് പറയുന്നതിന് നമ്മൾ എഴുതുന്നതും റെഡ് എന്ന് നമ്മൾ എഴുതുന്നതും രണ്ടും സെയിം ആണ്, പക്ഷെ നമ്മളത് പ്രൊനൗൺസ് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിട്ടാണ്.
അതാണ് ഹോമോണിംസ്. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? മനസ്സിലായി. ക്ലിയർ ആണല്ലോ. പിന്നെ വരുന്ന എക്സാമ്പിൾ ആണ് ലീഡ്, ലെഡ്. ലീഡ് എന്ന് പറയുമ്പം വെർബ് ലീഡ്, ഐ ലീഡ് ദിസ് മീറ്റിംഗ് എന്നൊക്കെ പറയുന്ന പോലെ. ലെഡ് എന്ന് പറയുന്ന മെറ്റൽ. അത് രണ്ടും സ്പെല്ല് ചെയ്യുന്നത് ഡിഫറെൻറ്റ്, സെയിം ആണ്, പക്ഷെ പ്രൊനൗൺസ് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആണ്. അതാണ് ഹോമോണിംസ് എന്ന് പറയുന്നത്. എന്നാണ് സിലബിൾ. സിലബിൾ എന്താണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ? ഫോണീംസിൽ നിന്നും ഒരു ലെവൽ ഹയർ വരുന്നതാണ് സിലബിൾ എന്ന് പറയുന്നത്. ഇപ്പം ഒരു സിലബിളിൽ മെയിനായിട്ട് ഉണ്ടാകുക ഒരു വേർഡിനെ നമ്മൾ സിലബിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഏതൊരു സിലബിളിനും മിക്കവാറും ഉണ്ടാവുക എന്നുള്ളത് ഒരു വവൽ സൗണ്ട് എന്താണെങ്കിലും ഉണ്ടാവും. അതിന് മേ ബി ഇറ്റ് വിൽ ബി സറൗണ്ടഡ് ബൈ എ കോൺസണൻറ്റ്, അല്ലെങ്കിൽ ഇല്ല. എന്താണെങ്കിലും ഒരു വവൽ സൗണ്ട്, യൂഷ്വലി വവൽ സൗണ്ട് ഇല്ലാത്ത സിലബിൾസും ഉണ്ട് കേട്ടോ, നമ്മൾ ഇനി പറയുന്നുണ്ട്. സോ യൂണിറ്റ് ഓഫ് പ്രൊനൗൺസിയേഷൻ ഹാവിങ് വൺ വവൽ സൗണ്ട് with or without consonants forming the whole or a part of a word. For example, there are 2 syllables in water and 3 in inferno. A word is made up of 1 or more syllables. അപ്പം നാച്ചുറൽ ഡിവിഷൻ ഓഫ് സ്പീച്ചിനെയാണ് ബേസിക്കലി സിലബിൾ എന്ന് പറയുന്നത്. നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഡിഫറൻസ് മനസ്സിലാവും. ഇപ്പം നമ്മൾ വാട്ടർ എന്ന് പറയുമ്പോൾ വാട്ടർ, ആ നാച്ചുറൽ ഡിവിഷൻ ഓഫ് സ്പീച്ചിനെയാണ് നമ്മൾ സിലബിൾ എന്ന് പറയുന്നത്. ചില വേർഡ്സിൽ ഒറ്റ സിലബിളേ ഉണ്ടാവുള്ളൂ, ചില വേർഡ്സിൽ 2 സിലബിൾസ് ഉണ്ടാവും, ചില വേർഡ്സിൽ 3 സിലബിൾസ് ഉണ്ടാവും, ചില വേർഡ്സിൽ 3-ൽ കൂടുതൽ സിലബിൾസ് ഉണ്ടാവും. ഒരു സിലബിളുള്ളതിനെ നമ്മൾ മോണോസിലബിക് എന്നും, 2 സിലബിളുള്ളതിനെ നമ്മൾ ഡൈസിലബിക് എന്നും, 3-നെ ട്രൈസിലബിക് എന്നും, 3-ൽ കൂടുതലുണ്ടെങ്കിൽ പോളിസിലബിക് എന്നും പറയും. ചില സിലബിൾസിന് കോൺസണൻസ് അക്കമ്പനി ചെയ്യുന്നുണ്ടാവാം. ചിലതിന് ഫ്രണ്ടിലായിരിക്കാം കൺസണൻ്റ് ഉണ്ടാവുക, ചിലതിൽ ബാക്കിലായിരിക്കാം കൺസണൻ്റ് ഉണ്ടാവുക. അങ്ങനെ ചിലപ്പോൾ കൺസണൻസ് ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല. ഓക്കെ, സോ അതൊക്കെയാണ് സിലബിൾസിനെ കുറിച്ചുള്ളത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ സിലബിളിന് തിയററ്റിക്കൽ രീതിയിലൊന്നും ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഇല്ല. നമുക്ക് സ്ട്രെസ്സ് മാർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ട്രാൻസ്ക്രിപ്ഷന് കറക്റ്റായി എഴുതുക, അതൊക്കെ ആയിരിക്കും സിലബിളിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ളത്. ഓക്കെ, സോ ദീസ് ആർ മോണോസിലബിക് വേർഡ്സ്. A word having only one syllable is called a monosyllabic word. The structure of the monosyllabic words are as follows. Monosyllabic words with having only the vowel I അതെന്ന് പറയുന്ന ഒറ്റ വവൽ സൗണ്ട് മാത്രമേ ഉള്ളൂ, മോണോസിലബിക് ആണ്. ഓക്കെ, പിന്നെ മോണോസിലബിക് വവൽ പ്ലസ് കോൺസണൻറ്റും വവലും കൂടെ ചേർന്നത്, അതാണ് VC എന്ന് ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്നത്. ആം, അപ്പ് എന്നൊക്കെ പറയുന്നത് വവൽ പ്ലസ് കോൺസണൻ്റ് ആണ്. പിന്നെ കോൺസണൻറ്റ് പ്ലസ് വവൽ, ബി, ഹി, ഷീ എന്നൊക്കെ പറയുന്നത് കോൺസണൻറ്റ് പ്ലസ് വവൽ. പിന്നെ കോൺസണൻറ്റ് വവൽ കോൺസണൻറ്റ്, പെൻ, കം, ബാറ്റ്, ഹാറ്റ്, കാറ്റ്. ഓക്കെ, അങ്ങനെയുള്ള സൗണ്ട്സ്, ഇതൊക്കെയാണ് മോണോസിലബിക് വേർഡ്സ് എന്ന് പറയുന്നത്. പിന്നെ ഡൈസിലബിക് വേർഡ്സിൽ 2 സിലബിൾസ് ഉണ്ടാവും. കൈൻഡ്ലി എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുക 2 സിലബിളായിട്ട്? സജ്ന, കൈൻഡ്ലി. യാ. പോക്കറ്റ്, സാഹിത്യ, പോക്കറ്റ്. പോക്കിറ്റ്. ഓക്കെ, അങ്ങനെ. പിന്നെ ട്രൈസിലബിക് വേർഡ്സിൽ 3 സിലബിൾസ് ഉണ്ടാവും. ഫർണിച്ചർ, ഫർണിച്ചർ. ഓക്കെ, ഫർണിച്ചർ. കണ്ടോ, നമ്മൾ ആ എഴുതുന്നതിൽ നിന്ന് എന്തൊരു ഡിഫറെൻ്റ് അതിൻ്റെ ട്രാൻസ്ക്രിപ്ഷൻ അല്ലേ? ഫർണിച്ചറിൻ്റെ സൗണ്ട് ഇല്ല, അതിന് പകരം സൗണ്ടാണ്. രണ്ടായിട്ടല്ലേ? പോക്കറ്റ്. അതെ, പോക്കറ്റ് കറക്റ്റാണ്. ഫർണിച്ചർ, ഫർണിച്ചർ. ഓക്കെ, ദെൻ പോളിസിലബിക് വേർഡ്സിന് എക്സാമ്പിൾ ആണ് എക്സാമിനേഷൻ, എക്സാമിനേഷൻ. എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം ഇല്ലേ? എക്സാമിനേഷൻ. ഓക്കെ, 5 സിലബിൾസ് പോളിസിലബിക് വേർഡ്സ്. അതെല്ലാം സിമ്പിൾ, അതെല്ലാം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി സിലബിക് ഡിവിഷൻ നമ്മൾ എപ്പോഴും മാർക്ക് ചെയ്യുന്നത് ഒരു ഹൈഫൻ വെച്ചിട്ടായിരിക്കും. ഓക്കെ, എക്സാമിനേഷൻ. ക്ലിയർ അല്ലേ? ഒരു ഹൈഫൻ വെച്ചിട്ടായിരിക്കും നമ്മൾ സിലബിക് ഡിവിഷൻ മാർക്ക് ചെയ്യുന്നത്. പിന്നെ എ സിലബിൾ ക്യാൻ ബി അനലൈസ്ഡ് ഇൻ ടേംസ് ഓഫ് വവൽസ് ആൻഡ് കോൺസണന്റ് ദാറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ഇറ്റ്.
The most prominent sound in a syllable is said to be syllabic and it is called the nucleus. അപ്പം ഒരു വേർഡിലെ ഏറ്റവും അല്ലെങ്കിൽ ഒരു സിലബിളിലെ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള സൗണ്ടിനെ നമ്മൾ പറയുന്നതാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. അല്ലേ? ക്ലിയർ അല്ലേ? അപ്പം നമ്മൾ ഈ വേർഡ് എടുത്ത് നോക്കുക. എക്സാമിനേഷൻ, അതിലേതായിരിക്കും ന്യൂക്ലിയസ് ഓരോ സിലബിളിലെയും? ഇഗ്ഗിലെ ന്യൂക്ലിയസ് ഏതായിരിക്കും? യൂഷ്വലി വൗവൽസ് ആയിരിക്കും കേട്ടോ ഒരു പ്രോമിനൻ്റ് എന്ന് പറയുന്നത്. വൗവൽസ് അല്ലെങ്കിൽ ഡിഫ്തോങ്സ് ആയിരിക്കണം ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ആണ് ഇത് അതിനകത്ത് ന്യൂക്ലിയസ്. ഇക്, ഇ. ജാം എന്ന് പറയുമ്പം ആ. ഓക്കെ, നമ്മുടെ പ്രോമിനൻറ്റ് സൗണ്ട് ഇൻ എ സിലബിൾ ഈസ് സെറ്റ് ടു ബി സിലബിക് ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ന്യൂക്ലിയസ്. ഇങ്ങനെ ഓർത്താൽ മതി. യൂഷ്വലി വവൽസ് അല്ലെങ്കിൽ ഡിഫ്തോങ്സ് ആയിരിക്കണം ഒരു സിലബിളിലെ ന്യൂക്ലിയസ് എന്നുള്ളത്. അതിനെ ചുറ്റിപ്പറ്റിയാണല്ലോ കോൺസണൻസ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് വവൽസ് അല്ലെങ്കിൽ ഡിഫ്തോങ്സ് ആയിരിക്കും. ഓക്കെ, ഇനി ദ കൺസണൻറ്റ് ഇൻ വിച്ച് ദ സിലബിൾ ബിഗിൻസ് ഈസ് കോൾഡ് ദ റിലീസിങ് കൺസണൻറ്റ് ഓർ ഓൺസെറ്റ്. ഇപ്പം നമ്മളിതിലിപ്പം പറയുവാണെങ്കിൽ ഇപ്പം എക്സാമിൽ സാം എടുത്ത് നോക്കുകയാണെങ്കിൽ സൗണ്ടാണ് അതിനകത്തെ ഓൺസെറ്റ് കൺസണൻറ്റ് എന്ന് പറയുന്നത്, റിലീസിങ് കൺസണൻറ്റ് എന്ന് പറയുന്നത്. ദ കൺസണൻറ്റ് വിത്ത് വിച്ച് ദ സിലബിൾ എൻഡ്സ് ഈസ് കോൾഡ് ദ അറസ്റ്റിംഗ് കൺസണൻറ്റ് ഓർ കോഡ. അപ്പം സൗണ്ട് വരുന്നതാണ് കോഡ അല്ലെങ്കിൽ അറസ്റ്റിംഗ് കൺസണൻറ്റ്. നമ്മളൊരു സിലബസ് എടുത്ത് വെക്കുമ്പോൾ യൂഷ്വലി അതിൻ്റെ മെയിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ സിലബിക് ആയിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത് വവൽസ് അല്ലെങ്കിൽ ഡിഫ്തോങ്സ് ആയിരിക്കും. അത് യൂഷ്വലി വവൽസ് അല്ലെങ്കിൽ ഡിഫ്തോങ്സ് ആയിരിക്കും. അതിന് മുമ്പ് ഈ ന്യൂക്ലിയസിന് അല്ലെങ്കിൽ ഈ വവലിന് മുമ്പ് ഒരു കോൺസണൻ്റ് ഉണ്ട്. കോൺസണൻറ്റോട് കൂടിയാണ് ആ സിലബിൾ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ആ കോൺസണൻറ്റിനെ നമ്മൾ പറയുന്നതാണ് ഓൺസെറ്റ് അല്ലെങ്കിൽ റിലീസിങ് കോൺസണൻറ്റ് എന്ന് പറയുന്നത്. ഇനി ഈ സിലബിൾ എൻഡ് ചെയ്യുന്നത് ഒരു കൺസണൻറ്റിലാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയുന്നതാണ് അറസ്റ്റിംഗ് കൺസണൻറ്റ് അല്ലെങ്കിൽ കോഡ എന്ന് പറയുന്നത്. സോ ഇൻ ദ വേർഡ് ബെറ്റ് എന്ന് പറയുന്ന വേർഡിൽ കൺസണൻറ്റ് ബി ഏതാണ്? അതെങ്ങനെ ഡിവൈഡ് ചെയ്യുക? ദ വേർഡ് ബെറ്റ് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും? ബ എന്ന് പറയുന്നത് എന്തായിരിക്കും? റിലീസിംഗ് കോൺസണൻറ്റ് ഓൺസെറ്റ്. ബെറ്റ് എ എന്ന് പറയുന്ന സൗണ്ടോ? ന്യൂക്ലിയസ്. ട് എന്ന് പറയുന്ന സൗണ്ട് അറസ്റ്റിംഗ് കോൺസണന്റ് അല്ലെങ്കിൽ കോഡ. ഇനി when a syllable does not have a final consonant and ends with a vowel as in B, ഒരു സിലബിളിന് ഓൺസെറ്റും ന്യൂക്ലിയസും മാത്രമേ ഉള്ളൂ, ഒരു ഫൈനൽ കോഡ ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളതിനെ നമ്മൾ പറയുന്നതാണ് ഓപ്പൺ സിലബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കൺസണന്റിൽ എൻഡ് ചെയ്യുന്നതിനെ നമ്മൾ പറയുന്നതാണ് ക്ലോസ്ഡ് സിലബിൾ എന്ന് പറയുന്നത്. വെൻ എ സിലബിൾ എൻഡ്സ് ഇൻ എ കൺസണന്റ് അതിനെ നമ്മൾ പറയുന്നതാണ് ക്ലോസ്ഡ് സിലബിൾ. ഫോർ എക്സാമ്പിൾ ബെറ്റ് എൻഡ് ചെയ്യുന്ന ഒരു സിലബിളല്ലേ, അപ്പോൾ അതൊരു ക്ലോസ്ഡ് സിലബിളാണ്. അതെത്രയും ക്ലിയർ ആയല്ലോ? അപ്പോൾ സിലബിക് ഡിവിഷൻ നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഹൈഫൻ വെച്ചിട്ടാണ്. സിലബിളിനെ നമ്മൾ വവൽസും കോൺസണൻസും വെച്ച് നമ്മൾ അനലൈസ് ചെയ്യും. ഒരു സിലബിളിന് എപ്പോഴും ഒരു ന്യൂക്ലിയസ് ഉണ്ടാവും. യൂഷ്വലി അല്ലെങ്കിൽ മിക്കവാറും ആ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ഒരു വവൽ അല്ലെങ്കിൽ ഡിഫ്തോങ് ആയിരിക്കും. സിലബിൾ സ്റ്റാർട്ട് ചെയ്യുന്ന കൺസണൻറ്റിനെ നമ്മൾ റിലീസിങ് കൺസണൻറ്റ് അല്ലെങ്കിൽ ഓൺസെറ്റ് എന്ന് പറയും. സിലബിൾ എൻഡ് ചെയ്യുന്ന കൺസണൻറ്റിനെ നമ്മൾ അറസ്റ്റിംഗ് കൺസണൻറ്റ് അല്ലെങ്കിൽ കോഡ എന്ന് പറയും. പിന്നെ സിലബിൾ ഒരു വവൽ എൻഡ് ചെയ്യുന്ന സിലബിൾ ആണെങ്കിൽ നമ്മൾ ഓപ്പൺ സിലബിൾ എന്ന് പറയും. ഒരു കോൺസണൻറ്റിൽ എൻഡ് ചെയ്യുന്ന സിലബിൾ ആണെങ്കിൽ നമ്മൾ അതിനെ ക്ലോസ്ഡ് സിലബിൾ എന്നും പറയും. അത്രയും ക്ലിയർ ആയല്ലോ? ഇനി സിലബിക് കോൺസണൻറ്റ്. ഓക്കെ, there are some syllables in which the consonants function as nucleus. If the consonant in the syllable is a nucleus, then it is called a syllabic consonant. ചില വേർഡ്സിൽ ആ ഒരു സിലബിൾ എടുക്കുമ്പം അതിനകത്ത് ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ഒരു കൺസണൻ്റ് ആയിരിക്കും. അങ്ങനെയുള്ള വേർഡ്സിനെയാണ് നമ്മൾ അങ്ങനെയുള്ള സിലബിൾസിനെയാണ് നമ്മൾ സിലബിക് കൺസണൻ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ബോട്ടിൽ. ഇതിൽ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പം ഇതൊരു ഡൈസിലബിക് വേർഡ് ആണല്ലോ, അല്ലേ? ബോട്ടിൽ. ഫസ്റ്റ് വൺ ബോ, സെക്കൻഡ് വൺ ടിൽ. എനിക്ക് അറിഞ്ഞൂടാ അല്ലേ? അതിനകത്ത് സെക്കൻഡ് വണ്ണിൽ നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ സെക്കൻഡ് വണ്ണിൽ ഒരു വവൽ ഇല്ലല്ലോ.
പകരം അവിടെ ഒരു കൺസണന്റ് പകരം അവിടെ ഒരു കൺസണന്റ് ആണല്ലോ ന്യൂക്ലിയസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്, ട് സൗണ്ട്. അപ്പൊ അതിന് അങ്ങനെയുള്ള വേർഡ്സിനെ നമ്മൾ പറയുന്നതാണ് സിലബിക് കോൺസണന്റ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള സിലബിൾസിനെ നമ്മൾ പറയുന്നതാണ് സിലബിക് കോൺസണന്റ്. അതിൻ്റെ ബാക്കി എക്സാമ്പിൾസ് ആണ് കൊടുത്തിരിക്കുന്നത്, കാറ്റിൽ, ലിറ്റിൽ, മറ്റൻ, സഡൻ, പ്രിസം എന്നുള്ളതൊക്കെ. ഓക്കെ, ആണ് സിലബിക് കോൺസണന്റ്. ഇനി സമയമുണ്ടോ സൂപ്രാ സെഗ്മെന്റൽസ് എടുക്കാൻ? എടുക്കുന്ന എത്ര എടുക്കാം, ഇല്ലേ അടുത്ത ദിവസം ഒന്നേന്ന് വീണ്ടും തുടങ്ങാം. ഓക്കെ, സോ സൂപ്രാ സെഗ്മെൻറ്റ്സ്. അപ്പം നമ്മൾ ഫൊണോളജിയിൽ വൗവൽസ്, ഡിഫ്തോങ്സ്, കൺസണൻസ് അങ്ങനെയുള്ളതിനൊക്കെ നമ്മൾ പറയുന്നതാണ് പ്രൈമറി ഫൊണീംസ് അല്ലെങ്കിൽ സെഗ്മെൻ്റൽ ഫൊണീംസ്. ഇനി ഇത് കൂടാതെ ചില certain features, there are certain special features which affect speech sounds. സ്പീച്ച് സൗണ്ട്സിനെ അഫക്റ്റ് ചെയ്യുന്ന വേറെ ചില certain ഫീച്ചേഴ്സ് ഉണ്ട്, അതിനെയൊക്കെയാണ് നമ്മൾ സൂപ്രാ സെഗ്മെൻ്റൽസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സൂപ്രാ സെഗ്മെൻ്റൽ ഫൊണീംസ്, അല്ലെങ്കിൽ സൗണ്ട് ആട്രിബ്യൂട്ട്സ്, പ്രൊസീഡിക് ഫീച്ചേഴ്സ്, അങ്ങനെ പല പല വേർഡ് പറയും. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് സ്ട്രെസ്സ്, പിച്ച്, ഇൻറ്റൊനേഷൻ, ജങ്ചർ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, സൂപ്രാ സെഗ്മെൻ്റൽസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സെക്കൻഡറി ആയിട്ട് വരുന്ന കുറേ കാര്യങ്ങൾ. സ്ട്രെസ്സ്, അതിൽ വേർഡ് സ്ട്രെസ് ഉണ്ട്, സെൻറ്റൻസ് സ്ട്രെസ് ഉണ്ട്, പിച്ച് വരുന്നുണ്ട്, ഇൻറ്റൊനേഷനിൽ റൈസിങ് ടോൺ, ഫോളിങ് ടോൺ എന്ന് പറയുന്നുണ്ട്, ജങ്ചർ എന്ന് പറഞ്ഞാൽ ഒരു പോസാണ് ജങ്ചർ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടെ കൂട്ടിയിട്ട് നമ്മൾ പറയുന്നതാണ് സൂപ്രാ സെഗ്മെൻ്റൽസ് എന്ന്. ഓക്കെ, നമ്മുടെ സ്പീച്ചിനെ അഫക്റ്റ് ചെയ്യുന്ന വേറെ സർട്ടൻ ഫീച്ചേഴ്സ് എന്നുള്ളത് അത്ര ഓർത്താൽ മതി, സൂപ്രാ സെഗ്മെൻ്റൽ ഫീച്ചേഴ്സ്. അതിൽ ആദ്യം വരുന്നതാണ് സ്ട്രെസ്സ്. സ്ട്രെസ് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾ ഒരു കാര്യം പ്രൊനൗൺസ്, ഇംഗ്ലീഷ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു റിതം ഉള്ള ഒരു ലാംഗ്വേജാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. നമ്മളതിലെ എല്ലാ സിലബിളും ഒരേ സ്ട്രെസ്സ് കൊടുത്തല്ല പ്രൊനൗൺസ് ചെയ്യുക, എല്ലാ വേർഡ്സും ഒരേ സ്ട്രെസ്സ് കൊടുത്തല്ല പ്രൊനൗൺസ് ചെയ്യുക. ചിലതിന് നമ്മൾ എക്സ്ട്രാ സ്ട്രെസ്സ് കൊടുക്കും, ചിലതിന് നമ്മൾ അത്ര സ്ട്രെസ്സ് കൊടുക്കാതെയാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുക. അതുകൊണ്ട് തന്നെയാണ് ഇംഗ്ലീഷ് ആ ഒരു ഇതുകൊണ്ടാണ് നമ്മൾ ഇംഗ്ലീഷിന് ആ ഒരു റിതം വരുന്നത്. ഓക്കെ, in words more than one syllable, all the syllables are not articulated with the same force. Some are uttered with more prominence than others. Those that are uttered with greater force or breath, effort and muscular energy are said to be stressed or accented syllable. നമ്മൾ കുറേ നമുക്കറിയാമല്ലോ, ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലോ. So stress is the degree of the force with which a sound or syllable is uttered. നമ്മളൊരു സിലബിൾ അട്ടർ ചെയ്യുമ്പോൾ നമ്മൾ ഏത് ഇതിനാണോ ഫോഴ്സ് കൊടുക്കുന്നതിന് അതിനെ നമ്മൾ സ്ട്രെസ്ഡ് അല്ലെങ്കിൽ ആക്സെൻറ്റഡ് സിലബിൾ എന്ന് പറയും. പ്രധാനമായിട്ടും രണ്ട് രീതിയിലുള്ള സ്ട്രെസ്സാണുള്ളത്, പ്രൈമറി സ്ട്രെസ് അല്ലെങ്കിൽ സെക്കൻഡറി സ്ട്രെസ്, അല്ലെങ്കിൽ ലൗഡ് ഓർ മീഡിയം. ഓക്കെ, പ്രൈമറി സ്ട്രെസ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഒരു വെർട്ടിക്കൽ ബാർ വെച്ചിട്ടാണ്. അത് എഴുതി കാണിക്കാൻ അതെ ഇവിടെയുണ്ട്, കണ്ടോ? ലേഡി എന്ന് പറയുന്നതിൽ ആ എല്ലിൻ്റെ മുകളിൽ ഒരു വെർട്ടിക്കൽ ബാർ കണ്ടോ? അങ്ങനെയാണ് നമ്മൾ പ്രൈമറി സ്ട്രെസ് മാർക്ക് ചെയ്യുന്നത്. ഇതിനകത്ത് സെക്കൻഡറി സ്ട്രെസ് ഇതേപോലെ തന്നെ ഇതേപോലെ ഒരു വെർട്ടിക്കൽ ബാർ താഴെയായിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ എക്സാമ്പിൾ ഇതിനകത്ത് ഇല്ല, ഇനി വരുമ്പോൾ ഉണ്ടോ എന്ന് നോക്കാം കേട്ടോ. സോ ഇതിന് പ്രത്യേകിച്ച് റൂൾസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഇപ്പം നമ്മൾ മോണോസിലബിക് വേർഡ്സിന് ആദ്യത്തേലാണ് സ്ട്രെസ്, അല്ലെങ്കിൽ ഡൈസിലബിക് വേർഡ്സിന് രണ്ടാമത്തേനാണ് സ്ട്രെസ്, അല്ലെങ്കിൽ ഡൈസിലബിക് വേർഡ്സിന് ആദ്യത്തേനാണ് സ്ട്രെസ്. അങ്ങനെ ഒരു പ്രത്യേക റൂൾസ് ഒന്നുമില്ല. ചില വേർഡ്സിൽ ഡൈസിലബിക് വേർഡ്സിൽ ചിലപ്പോൾ ആദ്യമായിരിക്കും സ്ട്രെസ്സ്, ചിലതിൽ രണ്ടാമത്തെ സിലബിളിലായിരിക്കും സ്ട്രെസ്സ്, ട്രൈസിലബിക്കിൽ ചിലതിൽ ആദ്യത്തേലായിരിക്കും സ്ട്രെസ്സ്, ചിലപ്പോൾ രണ്ടാമത്തേലായിരിക്കും സ്ട്രെസ്സ്, പോളിസിലബിക്കിൽ എങ്ങനെ വേണേലും ആദ്യത്തേൽ വരാം, രണ്ടാമത്തേൽ വരാം, മൂന്നാമത്തേൽ വരാം, എങ്ങനെ വേണേലും സ്ട്രെസ്സ് വരാം. ഇത് നേറ്റീവ് സ്പീക്കേഴ്സിന് അവരുടെ നേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് അത് മനസ്സിലാക്കാൻ ഇത്തിരി പാടാണ്. പിന്നെ പയ്യെ അത് യൂസ് ചെയ്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതാണ് ഒരു പ്രത്യേക ഒരു റൂളും ഇല്ല എന്ന് കാണിക്കാനാണ് ഞാൻ ഈ ഒരു സ്ലൈഡ് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, ആദ്യത്തേൽ ലേഡി എന്ന് പറയുന്ന ഒരു ഡൈസിലബിക് വേർഡാണ്. അതിൽ ഫസ്റ്റ് ലേഡിയിൽ ലേ എന്ന് പറയുന്ന സിലബിളിനാണ് സ്ട്രെസ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കുമ്പോൾ ഡിപ്പെൻഡ് എന്ന് പറയുന്നതിൽ സെക്കൻഡ് സിലബിളിലാണ് സ്ട്രെസ് കൊടുത്തിരിക്കുന്നത്. എഗെയിൻ ട്രൈസിലബിക്കിൽ വരുമ്പോൾ
കസ്റ്റമർ എന്ന് പറയുന്നതിൽ ഫസ്റ്റ് കേലാണ് സെക്കൻഡ് സ്ട്രെസ് കൊടുത്തിരിക്കുന്നത്. പിന്നെന്താ മാനർ എന്ന് അത് അതിൽ വരുമ്പം സെക്കൻഡ് സിലബിളാണ്, പക്ഷെ അവിടെ ഫസ്റ്റ് സിലബിളല്ലേ സ്ട്രെസ് മാർക്ക് ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് സിലബിളാണ് സ്ട്രെസ് കൊടുത്തിരിക്കുന്നത് മാനർ. അതൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ അവിടെ. സെക്കൻഡ് സിലബിളാണ് സ്ട്രെസ് മാർക്ക് ചെയ്യുക. ദെൻ പോളിസിലബിക് വേർഡ്സ് എന്ന് പറയുമ്പോൾ എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ അത് എത്രാമത്തേല നാലാമത്തേലാണ് ആ എക്സാമിനേഷനിൽ സ്ട്രെസ് വന്നിരിക്കുന്നത്. എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്ന് പറയുമ്പോൾ രണ്ടാമത്തേലാണ് സ്ട്രെസ് വന്നിരിക്കുന്നത്. സോ അതിന് പ്രത്യേകിച്ച് റൂൾസ് ഒന്നുമില്ല. ഓക്കെ, പിന്നെ ഇന്നെന്ന് പറഞ്ഞ സ്ട്രെസ് ഷിഫ്റ്റ് ഇൻ ഡെറിവേറ്റീവ്സ്. ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നതിന് ഇപ്പം നമ്മൾ ഇപ്പം എഗ്രിമെൻറ്റ് എന്നൊക്കെ പറയുന്ന ഒരു വേർഡിൽ നിന്ന് നമ്മൾ വേറൊരു അതിൽ നിന്ന് വരുന്ന ഡെറിവേറ്റീവ്സ് ആണല്ലോ എഗ്രിമെൻറ്റ്, അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫിക്, ഫോട്ടോഗ്രാഫർ, പൊളിറ്റിക്സ്, പൊളിറ്റിക്കൽ, പൊളിറ്റീഷ്യൻ, എക്സാമിനേഷൻ, അതൊക്കെ ഒരു വേർഡിൽ നിന്ന് വരുന്ന ഡെറിവേറ്റീവ്സ് ആണ്. അതിലും പ്രത്യേകിച്ച് അങ്ങനെ റൂൾസ് ഒന്നും വരുന്നില്ല. ഇപ്പം എഗ്രിമെൻറ്റിൻ്റെ എക്സാമ്പിൾ എടുത്ത് നോക്കുമ്പോൾ രണ്ടിലും സെക്കൻഡ് സിലബിളിലാണ് എന്ത് വരുന്നത്, സ്ട്രെസ് വരുന്നത്. കണ്ടോ, എഗ്രിയിലും സെക്കൻഡ് സിലബിളിലാണ് വരുന്നത്, എഗ്രിമെൻറ്റിലും സെക്കൻഡ് സിലബിളിലാണ് വരുന്നത്. പക്ഷെ നമ്മൾ വേറെ എക്സാമ്പിൾസ് എടുത്ത് നോക്കുമ്പോൾ ഇപ്പോൾ ഫോട്ടോഗ്രാഫിൻ്റെ എക്സാമ്പിൾ എടുത്ത് നോക്കുമ്പോൾ ഫോട്ടോഗ്രാഫ് അതിൽ ഫസ്റ്റ് സിലബിളിലാണ് സ്ട്രെസ് വരുന്നത്. ഫോട്ടോഗ്രാഫിക് എന്ന് പറയുമ്പോൾ അതിൽ പ്രൈമറി സ്ട്രെസ് വരുന്ന ഗ്രാഫിക് എന്ന് പറയുന്നതിൻ്റെ അവിടെയാണ് ഫോട്ടോഗ്രാഫിക്. ഫോട്ടോഗ്രാഫർ എന്ന് പറയുമ്പം ഫോട്ടോഗ്രാഫർ എന്ന് പറയുന്ന സൗണ്ടിൻ്റെ അവിടെയാണ് സ്ട്രെസ് വന്നിരിക്കുന്നത്. സോ ആ ഡെറിവേറ്റീവ്സിൻ്റെ കാര്യത്തിലും അങ്ങനെ കൃത്യമായിട്ടൊരു റൂളില്ല. പൊളിറ്റിക്സ് കണ്ടോ, പൊളിറ്റിക്സിൽ ആദ്യം ഫസ്റ്റ് സിലബിളിലാണ് വരുന്നത്. പൊളിറ്റിക്കൽ എന്ന് പറയുമ്പം സെക്കൻഡ് സിലബിളിൽ, പൊളിറ്റീഷ്യൻ എന്ന് പറയുമ്പം തേർഡ് സിലബിളിൽ. അതാണ് ഇതിനകത്ത് പറയുന്നത്. There are a number of words in which there is no stress shift in derivation, but there are a number of derivatives in which there is a shift in accent causing slight changes in pronunciation. ചില ഡെറിവേറ്റീവ്സിൽ സെയിം അവിടെ തന്നെ ആയിരിക്കും സ്ട്രെസ് വരിക, ചില ഡെറിവേറ്റീവ്സിൽ സ്ട്രെസ് മാറും, സ്ട്രെസ് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഈ പിന്നെ സ്ട്രെസ് ഇൻ കോമ്പൗണ്ട് വേർഡ്സ്, ഇതും അതേപോലെ തന്നെ. കോമ്പൗണ്ട് വേർഡ്സിനും അങ്ങനെ പ്രത്യേകിച്ച് നമുക്കൊരു റൂള് പറയാൻ പറ്റില്ല. ചില കോമ്പൗണ്ട് വേർഡ്സ് എന്താണെന്ന് അറിയത്തില്ലേ? രണ്ട് വേർഡ്സ് കൂടി ചേർന്ന് പുതിയൊരു വേർഡ് ഉണ്ടാകുന്ന കോമ്പൗണ്ട് വേർഡ്. ഇപ്പം ടീ പാർട്ടി, ബർത്ത്ഡേ, ഹിംസെൽഫ്, വാട്ട് എവർ, ആബ്സെന്റ്, അതിനകത്തൊക്കെ കൊടുത്തിരിക്കുന്ന കോമ്പൗണ്ട് വേർഡ്സ് ആണ്. അതിൽ ആദ്യത്തെ ടീ പാർട്ടി, ബർത്ത്ഡേ എന്നൊക്കെ പറയുമ്പം ഫസ്റ്റ് സിലബിൾസിലാണ് സ്ട്രെസ് വന്നിരിക്കുന്നത്. പക്ഷേ വേറെ ചില എക്സാമ്പിൾസ് നോക്കുമ്പോൾ ഇപ്പോൾ ഹിംസെൽഫ്, വാട്ട് എവർ എന്നൊക്കെ പറയുന്നതിൽ സെക്കൻഡ് സിലബിളിലാണ് എക്സാമ്പിൾസ് വന്നിരിക്കുന്നത്. മനസ്സിലായോ? അപ്പം അങ്ങനെ അതിലും പ്രത്യേകിച്ച് റൂൾസ് ഇല്ല. കോമ്പൗണ്ട് വേർഡ്സിനും അങ്ങനെ പ്രത്യേകമായിട്ട് റൂൾസ് ഇല്ല എന്നാണ് പറയുന്നത്. ദ വേർഡ്സ് വിച്ച് ആർ കമ്പോസ്ഡ് ഓഫ് 2 or more സെപ്പറേറ്റ് വേർഡ്സ് ആർ കോൾഡ് കോമ്പൗണ്ട് വേർഡ്സ്. ക്ലിയർ ആണല്ലോ? In most compound words in English, the primary accent falls on the 2 elements. Usually the first and some others have double stress. Primary syllable on the first in example ആണ് tea party, birthday. Primary accent on the second syllable ആണ് himself, whatever. ഈ തേർഡ് ഒരു കാറ്റഗറി പറയുന്നതാണ് കോമ്പൗണ്ട് വേർഡ്സ് ഇൻ വിച്ച് ബോത്ത് എലമെൻറ്റ്സ് ആർ സ്ട്രെസ് ബട്ട് പ്രൈമറി സ്ട്രെസ് ഫോൾസ് ഓൺ ദ സെക്കൻഡ് എലമെൻറ്റ്. രണ്ട് വാക്കുകളിലും സ്ട്രെസ് വരുന്നുണ്ട്, പക്ഷേ പ്രൈമറി സ്ട്രെസ് വരുന്നത് രണ്ടാമത്തെ വാക്കുകളിലായിരിക്കും. ആബ്സെൻറ്റ് മൈൻഡഡിൽ മൈൻഡഡിൻ്റെ അവിടെയാണ് പ്രൈമറി സ്ട്രെസ് വരുന്നത്, ആബ്സെൻറ്റിൻ്റെ അവിടെ സെക്കൻഡറി സ്ട്രെസ് ആണ് വരുന്നത്. ബാഡ് ടെമ്പേർഡ്, ഗുഡ് ലുക്കിംഗ് ആണ് വേറെയുള്ള എക്സാമ്പിൾസ്. ഇനി വേറെ ഒരു ഇത് വരുന്ന സ്ട്രെസ്സിന് ഷിഫ്റ്റ് വരുന്ന നൗണും ആഡ്ജക്റ്റീവും വരുമ്പോഴാണ്. അപ്പം നമ്മൾ എക്സ്പോർട്ട് എന്ന് പറയുന്ന വാക്ക് ഒരു നൗണായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിന് പ്രൈമറി സിലബിളിലായിരിക്കും സ്ട്രെസ് വരിക. അതേസമയം നമ്മളൊരു വെർബായിട്ട് ഉപയോഗിക്കുമ്പോൾ അവിടെ സെക്കൻഡറി സിലബിളിലായിരിക്കും സ്ട്രെസ് വരുന്നത്. സെയിം വിത്ത് കണ്ടക്ട്, കോണ്ടാക്ട്, ഇമ്പോർട്ട്. മനസ്സിലായോ? ഒന്ന് നൗണായിട്ട് ഉപയോഗിക്കുമ്പോൾ ഫസ്റ്റ് പാർട്ടിലും വെർബായിട്ട് ഉപയോഗിക്കുമ്പോൾ സെക്കൻഡ് പാർട്ടിലും. ഇതും എനിക്ക് അറിഞ്ഞൂടെ ഇതെങ്ങനെ ഇവർ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുക. സ്ട്രെസ് മാർക്ക് ചെയ്യാൻ ചോദിക്കാം വേണമെങ്കിൽ, നമുക്ക് സ്ട്രെസ് മാർക്ക് ചെയ്യാൻ ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാം. ട്രാൻസ്ക്രിപ്ഷൻ എലോങ് വിത്ത് സ്ട്രെസ് എന്നുള്ള രീതിയിൽ. അപ്പോഴും നമുക്ക് പരിചയമുള്ള വാക്കുകൾ കഴിഞ്ഞ ഇതിലൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു മാം. സ്ട്രെസ് മാർക്ക് ചെയ്യാനല്ലേ? അതെ അതെ. ഇപ്പൊ അനദർ എന്ന് പറയുന്ന വേർഡിൽ നമുക്കത് മാർക്ക് ചെയ്യാൻ എളുപ്പമുണ്ട്. കാരണം അതിന്റെ ഫസ്റ്റത്തെ തന്നെ വീക്ക് വവ്വലാണ് അല്ലേ അനദർ.
എന്ന് പറയുന്നത് വീക്ക് വവലാകുമ്പോൾ അപ്പം തന്നെ നമുക്ക് മനസ്സിലാവും സെക്കൻഡ് സിലബിളിലാണ് മാർക്ക് എന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനെയുള്ള വേർഡ്സ് തന്നെ ചോദിക്കാൻ സാധ്യതയുള്ളൂ, അല്ലാതെ ഒത്തിരി കൺഫ്യൂസിങ് ആയിട്ടുള്ള വേർഡ്സ് ചോദിക്കാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ നമുക്ക് പഠിക്കണം, ട്രാൻസ്ക്രിപ്ഷൻ പഠിക്കണം. ഇനി വരുന്നുണ്ട്, ഞാൻ പറയാം നമുക്ക്. ഓക്കെ, പിന്നെ സെൻറ്റൻസ് സ്ട്രെസ്സ് മാർക്ക് ചെയ്യാൻ വളരെ ഈസിയാണ്. കാരണം സെൻറ്റൻസിൽ വരുമ്പം കണ്ടൻറ് വേർഡ്സ്, ലെക്സിക്കൽ വേർഡ്സ് എന്ന് പറഞ്ഞാൽ രണ്ടിത് വരും. കണ്ടൻറ് വേർഡ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണോ കണ്ടൻറ്റ്, ആ കണ്ടൻറ്റ് വരുന്നതിലൊക്കെ സ്ട്രെസ്സ് വരും. അതേസമയം ഗ്രാമാറ്റിക്കൽ ആയിട്ടുള്ള വേർഡ്സുകളൊന്നും സ്ട്രെസ്സ് വരില്ല. സെൻറ്റൻസ് സ്ട്രെസ്സ് മാർക്ക് ചെയ്യാൻ വളരെ ഈസി ആയിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ അവിടെ കൊടുത്തിരിക്കുന്ന നോക്കുക, ടൈം ആൻഡ് ടൈഡ് വെയിറ്റ്സ് ഫോർ നോ മാൻ. അതിൽ കണ്ടൻറ് വേർഡ്സ് എന്ന് പറയുന്നത് നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം. ടൈം, ടൈഡ്, വെയിറ്റ്, മാന്. ആൻഡ് എന്ന് പറയുന്നത് ഒരു കണ്ടൻറ് വേർഡ് അല്ല, അതൊരു ഗ്രാമാറ്റിക്കൽ വേർഡാണ്. ഫോർ എന്ന് പറയുന്ന ഒരു പ്രപ്പോസിഷനാണ്, അതൊരു കണ്ടൻറ് വേർഡ് അല്ല. നോ എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് വേർഡാണ്, അതൊരു കണ്ടൻറ് വേർഡ് അല്ല, ഗ്രാമാറ്റിക്കൽ വേർഡാണ്. സോ ഗ്രാമാറ്റിക്കൽ വേർഡ്സിൽ ഒന്നും സ്ട്രെസ്സ് മാർക്ക് ചെയ്യരുത്, കണ്ടൻറ് വേർഡ്സിൽ സ്ട്രെസ്സ് മാർക്ക് ചെയ്യുക. അത്ര സിമ്പിളാണ് സെൻറ്റൻസ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഓക്കെ, there is no set of rule for determining which word in a sentence is stressed. However, as a general rule, the words in sentence are stressed based on words in a sentence are stressed on the basis of whether they are a lexical word, content words, or a structure words, grammatical words. Lexical word ആണോ grammatical word ആണോ എന്ന് നോക്കിയാൽ മതി. അത് തമ്മിലുള്ള മീനിങ്സ് അറിയാലോ. നമ്മളിപ്പോൾ പ്രപ്പോസിഷൻ, കൺജക്ഷൻസ്, ആർട്ടിക്കിൾസ് അങ്ങനെയുള്ള വരുന്ന ഒക്കെ ഗ്രാമാറ്റിക്കൽ വേർഡ്സ് ആണ്. അതിനൊന്നും നെഗറ്റീവ് വേർഡ്സ് അങ്ങനെയൊന്നും നമ്മൾ സ്ട്രെസ്സ് മാർക്ക് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ മീനിങ് ഉൾക്കൊള്ളുന്ന വേർഡ്സുകൾ, അങ്ങനെയുള്ള വേർഡ്സിനൊക്കെ നമ്മൾ സ്ട്രെസ്സ് മാർക്ക് ചെയ്യുക. ഓക്കെ, ഇനി ഇത് ഞാൻ നേരത്തെ പറഞ്ഞ തന്നെയാണ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് ഹാസ് എ സ്ട്രെസ് ടൈംഡ് റിതം. വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് is that it is a language with a stress timed rhythm. ഇംഗ്ലീഷ് ലാംഗ്വേജിന് ഒരു കൃത്യമായിട്ടുള്ളൊരു റിതമുണ്ട്. ദിസ് മീൻസ് ദാറ്റ് ഇൻ ഇംഗ്ലീഷ് സ്ട്രെസ് സിലബിൾസ് ആർ ടെൻഡ് ടു ഒക്കർ അറ്റ് എ റെഗുലർ ഇൻ്റർവൽസ് ഓഫ് ടൈം. കൃത്യമായ ഇൻ്റർവെല്ലിൽ നമ്മൾ സ്ട്രെസ്ഡ് സിലബിൾസ് വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, സോ ദിസ് ഈസ് ദ ഡ്രസ് ഐ ലൈക്ക്. The time between the accented syllables, this dress and like will be the same irrespective of the number of unaccented syllables. The time intervals between them will be roughly the same. അതായത് നമ്മളത് സ്ട്രെസ്സ് മാർക്ക് ചെയ്ത് നമ്മളത് പ്രൊനൗൺസ് ചെയ്യുമ്പം ഒരു സ്ട്രെസ്സിൻ്റെ സിലബിളും വേറൊരു സ്ട്രെസ് സിലബിളും തമ്മിലുള്ള ഗ്യാപ്പ് ഏകദേശം സെയിം ആണെന്നാണ് ഉള്ളൂ. അത്രയുള്ളൂ അതുകൊണ്ട് മീൻ ചെയ്യുന്നു. ഒരു റിതമിലാണ് നമ്മൾ ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്നത് എന്നേ അതുകൊണ്ട് മീൻ ചെയ്യുള്ളൂ. അതിൽ നമുക്ക് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ നിന്ന് പ്രത്യേകിച്ചൊന്നും വരാനില്ല. പിന്നെ ചോദിക്കാനുള്ള ഒരു കാര്യം ഇതായിരിക്കും, it is this phenomena that gives English its characteristic rhythm. ആ ഫിനോമിനന് പറയുന്ന പേരാണ് ഐസോക്രോണി എന്ന് പറയുന്നത്. അവരത് സംസാരിക്കുമ്പോൾ ആ ഒരു രീതിയിൽ, ഇപ്പോൾ ചിലതിന് ഒരു സ്ട്രെസ്സ് കുറവാകുമ്പോൾ നമ്മളത് കുറച്ച് എലോങ്ങേറ്റ് ചെയ്ത് പ്രൊനൗൺസ് ചെയ്യും, അല്ലെങ്കിൽ നമ്മളത് ചുരുക്കി പ്രൊനൗൺസ് ചെയ്യും. ചിലതിലൊക്കെ എലീഷനൊക്കെ വരും. കണ്ടു, ഇപ്പോൾ ബ്രെഡ് ആൻഡ് ബട്ടർ എന്നൊക്കെ പറയുന്നതിൽ നമ്മൾ ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് ഫുള്ള് പറയാതെ അത് അതിൽ ആൻഡ് എന്ന് മൊത്തം പറയാതെ അതിന് എന്ന് പറഞ്ഞ സൗണ്ട് ആക്കി ചുരുക്കുന്നില്ലേ, അതൊക്കെ സ്ട്രെസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ള ഫിനോമിന പറയുന്നതിൻ്റെ പേരാണ് ഐസോക്രോണി എന്ന് പറയുന്നത്. In order to achieve the regularity of the time interval, accented syllables may have to be prolonged or unaccented ones are pronounced rapidly. ആക്സെൻ്റ് ചെയ്യുന്നതിനെ കുറച്ച് പ്രൊലോങ് ചെയ്തും അൺആക്സെൻ്റ് ചെയ്യുന്നതിനെ എലീറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഷോർട്ട് ചെയ്തും ഒക്കെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യും. ഇത് അത്ര എക്സാമിനേഷൻ പോയിന്റിൽ നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ല. പിന്നെ ജങ്ചർ എന്ന് പറയുന്നത് പോസസ് ഇൻ എ സ്പീച്ച്. ഒരു സ്പീച്ചിലെ പോസസിനെയാണ് ജങ്ചർ എന്ന് പറയുന്നത്. ഏറ്റവും നല്ല എക്സാമ്പിൾ ഇത് ഓർത്താൽ മതി, ഐസ്ക്രീം ഫോർ എ ഐസ്ക്രീം. ഓക്കെ, ഐസ്ക്രീം എന്ന് പറയുന്നതിലും ഐസ്ക്രീം എന്ന് പറയുന്നതിലും എവിടെയാണോ പോസ് വരുന്നത് അവിടെയാണ് ആ മീനിങ് ഡിഫറൻസ് വരുന്നത്. മനസ്സിലായില്ലേ? ജങ്ചറിൻ്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ ഞാൻ എപ്പോഴും ഓർത്തിരിക്കുന്ന എക്സാമ്പിൾ അതാണ്. ഐസ്ക്രീം എന്ന് പറയുന്ന എക്സാമ്പിളാണ് ഞാൻ ഓർത്തിരിക്കാറ്. അപ്പം നമ്മൾ പോസ് സ്ക്രീം എന്ന് വരുമ്പോൾ അതിന് ഐസ്ക്രീം എന്നുള്ള മീനിങ്ങിലും, ഐസ് പോസ് ക്രീം എന്ന് വരുമ്പോൾ അത് ആസ് എ ഫുഡ് ഐസ്ക്രീം എന്നുള്ള രീതിയിലും മീനിങ് വ്യത്യാസം വരും. ക്ലിയർ ആയല്ലോ? ആ പോസ് വ്യത്യാസം കൊണ്ട് മീനിങ്സ് ഡിഫറൻസ് വരുന്നതാണത്. സെയിം ആണ് പീ സ്റ്റോക്സും പീസ് സ്റ്റോക്സും. ഓക്കെ, പിച്ച് ആൻഡ് ഇൻറ്റൊണേഷൻ അത് നമുക്ക് അടുത്ത ദിവസം എടുക്കാം. പിച്ച് ആൻഡ് ഇൻറ്റൊണേഷൻ
പിച്ച് ആൻഡ് ഇൻറ്റോണേഷൻ, അസിമുലേഷൻ. ഓക്കെ, സോ അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ട്രാൻസ്ക്രിപ്ഷൻ. എന്താണേലും ക്വസ്റ്റ്യൻ വരും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം HSSTക്ക് ട്രാൻസ്ക്രിപ്ഷൻ വന്നായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മൾ HSCയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്ത് നോക്കിയില്ലേ, അതിനും ട്രാൻസ്ക്രിപ്ഷൻ വന്നായിരുന്നു. പിന്നെ ഇത്തവണത്തെ കോളേജിയറ്റ് ലെക്ചറിനും ട്രാൻസ്ക്രിപ്ഷൻ വന്നായിരുന്നു 5 മാർക്കിന്. അതിനകത്ത് ട്രാൻസ്ക്രിപ്ഷനും സ്ട്രെസ്സ് മാർക്ക് ചെയ്യാൻ വന്നായിരുന്നു. നമുക്ക് അറിഞ്ഞൂടല്ലോ ഒബ്ജക്റ്റീവ് ആണോ ഡിസ്ക്രിപ്റ്റീവ് ആണോ എന്താ സിലബസ് ഒന്നും നമുക്ക് അറിഞ്ഞൂടല്ലോ. അതുകൊണ്ട് നമുക്ക് ട്രാൻസ്ക്രിപ്ഷൻ എന്താണേലും ഒരു പഠിക്കണം. അപ്പോൾ ഓരോ ദിവസവും ഒന്നല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഓരോ വേർഡ്സ് ട്രാൻസ്ക്രൈബ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എന്നും രാവിലെ ഒരു 10 വേർഡ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുക. സിമ്പിൾ വേർഡ്സ് ആയിരിക്കും, അത് ട്രാൻസ്ക്രൈബ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്.